Hi guys, welcome back to another video and welcome back to my channel. We are going to do abs workout. ഇന്ന് ഒരു ആപ്സ് ഡേ ആണ്. ആപ്സ് മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് കാർഡിയോയും കൂടെ. അതുമല്ല ഇന്ന് സൺഡേ ആണ്. ഞാൻ ഇന്നലെ സാറ്റർഡേ ഒരു ഓഫ് ഡേ എടുത്തുകൊണ്ട് ഇന്ന് സൺഡേ നമ്മൾ വർക്കിംഗ് ഡേ ആക്കാമെന്ന് വെച്ചു. ഓൾറെഡി ഇന്നലെ റെസ്റ്റ് ഡേ കിട്ടിയോണ്ട് വി ചൂസ് ദിസ് ആസ് അവർ വർക്കിംഗ് ഡേ. സോ അപ്പം അകത്തുനിന്ന് ഒരാൾ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. അമ്മ അമ്മൂനെ തുറന്നിട്ടെ. എല്ലാവരും പറഞ്ഞ് അമ്മൂനെ വീഡിയോക്കകത്ത് കാണുന്നില്ല, അമ്മു മിസ്സിങ് ആണ് എന്നുള്ളത്. ദേ രണ്ടുപേരുണ്ട്. നീക്ക് മുത്തേ അമ്മിനി വന്നിട്ടുണ്ട്. ശേഷം എല്ലാവരുടെയും സങ്കടം മാറിയില്ലേ? ദേ എന്ത് നോക്കുന്നേ? ആരെയാ നോക്കുന്നേ? ചക്ക മാറ്. സോ അപ്പം യെസ്, ഇതാണ് ഇവിടുത്തെ ഗുസ്തി. ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ക്യാമറ സ്പേസ് വേണം, മറ്റേ ആൾ ക്യാമറയിൽ എന്നെ കാണിക്കത്തില്ല. ഇങ്ങോട്ട് പറ. അപ്പം അതാണ് നമ്മൾ പറഞ്ഞു വന്ന കൺക്ലൂഷൻ. വി ആർ ഗോയിങ് ടു ജിം ഫോർ അവർ ആപ്സ് ഡേ വർക്കൗട്ട്. സോ ലെറ്റ്സ് ഗോ ടു ജിം ഫോർ അവർ ആപ്സ്. അമ്മയുടെ പോവാ. ഓക്കെ, അമ്മ ഈസ് ഗോയിങ് ഫോർ ദ അയൽക്കൂട്ടം. ടിപ്പിക്കൽ മല്ലു തിങ്. ആൻഡ് ഞാൻ ഇറങ്ങാൻ പോകുന്ന കറക്റ്റ് സമയത്ത് അച്ഛനും വരുന്നുണ്ട്. അച്ഛനും എവിടെയോ വെളിയിൽ പോയിരിക്കുമായിരുന്നു. ഒരുത്തൻ ഇറങ്ങി പോകുന്നുണ്ട്. അയ്യോ ഇനി സ്നേഹപ്രകടനമാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കി പറഞ്ഞിട്ടോ. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ? ഹെൽമെറ്റ് എടുത്ത് അകത്ത് വെച്ചിട്ടോ? ഇല്ല വേണ്ട, ഹെൽമെറ്റ് വെച്ചിട്ട് പോയാൽ മതി. ഇറങ്ങി ഹെൽമെറ്റ് വെച്ചിട്ട് പോയാൽ മതി. അതെ, റൂൾസ് ആസ് റൂൾസ്. അതെ, ഹെൽമെറ്റ് വെച്ചിട്ട് പോയാൽ മതി. ഒരു പോലീസുകാരൻ ഇവിടെ ഇരിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കാതെ പോകാൻ നമ്മൾ സമ്മതിക്കില്ല. പോയിട്ടോ ബൈ. പോയതിനെയും വന്നതിനെയും സ്നേഹപ്രകടനം. രണ്ടിനെ കുളിപ്പിച്ചിട്ടേക്ക്. ഗൈസ്, അപ്പം ഞാൻ ജിമ്മിലേക്ക് ഇറങ്ങി. സംഭവമല്ല, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ലൈക്ക് ബ്രോയുടെ പഴയ ഒരു എനർജി കാണുന്നില്ലല്ലോ വീഡിയോക്കകത്ത്, എന്ത് പറ്റി, ഭയങ്കര ഫോർമലായ പോലെ എന്നൊക്കെ. നത്തിങ് ലൈക്ക് ദാറ്റ്. സംഭവം എന്ന് പറഞ്ഞാൽ അറിയോ, ലൈക്ക് ഞാനും അത് ആലോചിച്ചു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ക്യാമറയിലാണല്ലോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ക്യാമറയിലാണ് ഷൂട്ട് ചെയ്ത് തുടങ്ങണേ. സോ അപ്പോൾ ഈ ക്യാമറ നമുക്ക് ഈ ഫോൺ പോലെ ഇതുപോലെ ലൈക്ക് ഭയങ്കരമായിട്ട് കറക്കിയെടുത്ത് മറിച്ച് ആക്സസ് ചെയ്യാനൊന്നും പറ്റില്ല. സോ അപ്പം അങ്ങനൊരു സീനുള്ളതുകൊണ്ട് എനിക്ക് അതൊരു ലിമിറ്റേഷൻ ആയിരുന്നു. അപ്പം ഞാൻ കരുതി, അപ്പം എനിക്ക് കമൻസൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായി ലൈക്ക് അത് കുറച്ച് ഫോർമൽ ആവുന്നുണ്ട്, അത് വേണ്ട എന്നുള്ളത്. നോർമലായിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഫോണിലും നമ്മുടെ ഫോൺ ട്രൈപോഡിൽ വെച്ച് നമ്മൾ നോർമലി ഷൂട്ട് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്യാം. ജിമ്മിനകത്തുള്ള വർക്കൗട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ ഫോക്കസ് ചെയ്യാം എന്ന രീതിയിൽ വിചാരിച്ചു. ബേസിക്കലി അതാണ്. സോ അപ്പം ഇനി തൊട്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാനും കരുതി ദിസ് വിൽ ബി ബെറ്റർ. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ ഗൈസ്. അമ്മയടുത്ത് പറഞ്ഞ പോലെ ഹെൽമെറ്റ് മുഖ്യം പോലെ സീറ്റ് ബെൽറ്റ് ഈസ് ഓൾസോ മുഖ്യം. റൈഡ് സേഫ്. ഇപ്പോൾ നമ്മുടെ റോഡ് പഴയ പോലെ ഒന്നും അല്ല ഗൈസ്. പണ്ട് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റോഡ് ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് എന്നൊക്കെ. എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ടിട്ടാണോ, അതൊന്നും ആയിരിക്കില്ല, ഞാൻ വെറുതെ പറഞ്ഞത്. അപ്പോൾ റോഡ് നല്ല ടാറിട്ട് റോഡാക്കിയിട്ടുണ്ട്, എല്ലാം നല്ല സ്മൂത്തായി. സോ ഇപ്പം നമുക്ക് കുലുക്കങ്ങളും ഗട്ടറും ഒന്നുമില്ലാതെ പോകാൻ പറ്റും. അതീ പറഞ്ഞ പോലെ കുറേ ആളുകളും എന്താ വിചാരിച്ചെന്നറിയോ, ഗൂഗിൾ ബ്രോ കുറച്ച് ഗിയറൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ജാടിയായി പോയി. ബ്രോ പഴയ പോലൊന്നുമില്ല വീഡിയോ ചെയ്യുന്നത്, ഭയങ്കര ഫോർമലായി എന്നൊക്കെ. ഫോർമലൊന്നുമല്ല, നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയത് നമുക്കെല്ലാം കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. വന്ന വഴി നമ്മൾ മറക്കൂല. നമ്മൾ എവിടുന്നാണോ തുടങ്ങിയത്, നമ്മൾ എന്താണോ ചെയ്തത്, എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ ആരും അതോർത്ത് പേടിക്കണ്ട, ഞാൻ മാറിപ്പോവും. എനിക്ക് പോലും അറിയില്ല ഞാൻ എന്താ ഇങ്ങനെയെന്ന്. എൻ്റെ കൂട്ടുകാരൊക്കെ പലപ്പോഴും ചോദിക്കും. കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, നമ്മൾ നേരത്തെ എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോഴും. അപ്പോൾ നമ്മളിങ്ങനെ, എടാ നിനക്ക് ഒരു മാറ്റമില്ലല്ലോ, നിനക്ക് കുറച്ച് ഫോളോവേഴ്സ് കൂടി, നീ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസറൊക്കെ ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചു നീ എന്തെങ്കിലുമൊക്കെ നീ മാറ്റിക്കാണുമെന്ന്. ഇല്ല ഗൈസ്, എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ ഇനി അങ്ങോട്ടും. അതിന് എത്ര കെ ഫോളോവേഴ്സ് ആയാലും എത്ര മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയാലും വി വിൽ ബി
ലൈക്ക് ദിസ് ഓൾവേസ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലൈക്ക് ട്രാഫിക് ഇല്ല, സ്മൂത്ത് ആയിട്ട് പോവാം. അല്ലാത്ത പക്ഷമാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം മുമ്പേ ഇങ്ങനെ പതുക്കെ എഴഞ്ഞ് വരേണ്ടി വന്നേ. ലൈക്ക് ഐ ഫീൽ ദാറ്റ് ലൈക്ക് ഇപ്പോഴാണ് ഞാനും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി. കാരണം എനിക്ക് ക്യാമറ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ഞാൻ ഇത് വെച്ചേക്കുന്ന ഭയങ്കര വലിയ സെറ്റിങ്സിലാണ്. സീറ്റിൻ്റെ ഇടയിൽ സീറ്റ് വലിച്ച് മുമ്പോട്ടിട്ടിട്ട് ഫോൺ സെറ്റ് ചെയ്ത് അങ്ങനെയല്ല ഇത് വെച്ചേക്കുന്നത്. അപ്പം ക്യാമറ ഐ കാൺ ഹാൻഡിൽ ഇറ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഐ തോട്ട് ക്യാമറ ജിമ്മിനകത്ത് മാത്രം മതി. പിന്നെ വീട്ടിനകത്തെ കുറച്ച് ഷോട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ ക്യാമറ വി ക്യാൻ യൂസ് ദാറ്റ്. അതർവൈസ് ദിസ് ഇസ് ദ ബെറ്റർ ഓപ്ഷൻ. ഞാൻ ഈ സമയത്താട്ടോ ഞാനിങ്ങനെ നമ്മൾ ജിമ്മിലേക്ക് ഡ്രൈവ് ചെയ്യുന്നൊരു ടൈം ഉണ്ടല്ലോ, അപ്പം ഞാൻ ഇഷ്ടംപോലെ കാര്യങ്ങളിങ്ങനെ ആലോചിക്കും. ലൈക്ക് ജിമ്മിൽ നിന്ന് തിരിച്ച് ഡ്രൈവ് ചെയ്യുമ്പോഴും, അതിപ്പോൾ ബൈക്കിലാണെങ്കിലും സ്കൂട്ടറിലാണെങ്കിലും കാറിലാണെങ്കിലും ഐ യൂസ് ടു തിങ്ക് എ ലോട്ട്. അതിപ്പം ഇന്ന കാര്യമൊന്നുമില്ല, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാത്തിനെയും പറ്റിയും ഞാനൊരു റഫ് നോട്ട് കൊടുക്കുന്നതും ആലോചിക്കുന്നതും വേണ്ടാണെങ്കിൽ ഇതിനൊരു സേഫ്റ്റി ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നാടും. സോ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് ഈ ജിമ്മിലേക്ക് പോകുന്നതും വരുന്നതും ആ ഒരു ചെറിയ ഷോർട്ട് ടൈം ഉണ്ട്, ഒരു 5 minutes 6 minutes ഡ്രൈവ് ഉണ്ട്. ആ സമയത്ത് നമ്മളിങ്ങനെ ചില്ല് ചെയ്ത് പാട്ടൊക്കെ കേട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മൂഡൊക്കെ ഒന്ന് ഫ്രഷാക്കി അങ്ങനെയാണ് ഞാൻ ജിമ്മിൽ പോകാറ്. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, ഫുൾ മൂഡാണ്, ഫുൾ നമ്മുടെ ടീംസ് എല്ലാവരും ഉണ്ടാവും, സെറ്റാണ്. അപ്പോഴത്തേ ഞാൻ ജിമ്മെത്താറായി, ജിമ്മിൻ്റെ വളവ് തിരിഞ്ഞു. ഉന്നെ കാണാതെ നാനെன்று നാനില്ലയേ ഇതയില്ലാമൽ വേറില്ലയേ. പാട്ട് ഇങ്ങനെയാണ് നമ്മൾ കാർ ഓടിക്കുമ്പോൾ പാട്ടൊക്കെ പാടി നമ്മുടെ ഒരു മൂഡിലാണ് വരാറ്. പാട്ട് പാടാൻ അറിയാവുന്നുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല, നമ്മളങ്ങ് പാടും, ദാറ്റ്സ് ഇറ്റ്. So we'll park our car here and let's go to gym. ജിമ്മിൽ ആരും കാണില്ല, ഞാനായിരിക്കും ജിമ്മ് തുറക്കേണ്ടത്. വാ. Yes, this is how it rolls, guys. ഇത് ലോക്ക്ഡ് അല്ല, പക്ഷെ കുറ്റിയെടുത്ത് നമുക്ക് here also there's a lock. Yes, ഇനി നമുക്ക് പതുക്കെ പോകാം. GNC. ഇവിടെ ഒരു പാർസൽ വന്നിരിപ്പുണ്ട്, ഇത് നമ്മുടെ കോച്ചിൻ്റെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഷട്ടർ അതുപോലെ അടയ്ക്കും. ഇനി നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് nobody here, only me. ഹായ് ഗൈസ്, അപ്പോൾ വി ജസ്റ്റ് റീച്ച് ദ ജിം. നമ്മൾ ജിം എത്തി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആപ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ആപ്സ് മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് കാർഡിയോ. ആപ്സിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലോവർ ആപ്സ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ അപ്പർ ആപ്സിനും കൂടെ ഒരു വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ടോട്ടലി 3 വർക്കൗട്ട്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ലോവർ ആപ്സിന് 2 എണ്ണം, അതും വെയിറ്റ് ലോഡഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സെൻറ്റർ ആപ്സിനും ഓൾ ടുഗദർ 3 വർക്കൗട്ട്സ്. അപ്പോൾ ലെറ്റ്സ് മൂവ് ഡയറക്ട്ലി ഇൻ ടു അവർ ആപ്സ് വർക്കൗട്ട്. ബാ. സോ ബിഫോർ കിക്ക് സ്റ്റാർട്ടിങ് ദ സെഷൻ നമുക്ക് വാമപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ആപ്സ് ഒന്ന് വാമാക്കി നിർത്തുന്നത് ഭയങ്കര അടിപൊളിയാണ്. കാരണം നമ്മൾ മെയിൻ സെറ്റിലേക്ക് കയറുന്നതിന് മുമ്പേ ആപ്സിന് ഒരു വാമപ്പ് സെറ്റ് ചെയ്ത് വിത്തൗട്ട് വെയ്റ്റ്സ്, നോർമൽ ബോഡി വെയിറ്റ് വെച്ചിട്ട് ഒരു വാമപ്പ് സെറ്റ് ചെയ്തിട്ട് തുടങ്ങുകയാണെങ്കിൽ ആ ചെയ്യുന്ന വർക്കിംഗ് സെറ്റ്സ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമ്മുടെ ആപ്സിലേക്ക് വരും. സോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഹാങ്ങിങ് ലെഗ് റൈസ് ഒരു ചെറിയ വാമപ്പ് സെറ്റ് പോലെ ചെയ്യാം. വാ. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ബയോ. ഓൾവേസ് ബ്രീത്ത് ഔട്ട് വൈൽ യു എക്സ്റ്റെൻഡ്. സോ അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു 2 സെറ്റ് വാമപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നേരെ വർക്കിംഗ്സിലിട്ട് പോവാം. സോ അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ദ സെക്കൻഡ് സെറ്റ് ഓഫ് വാമപ്പ്. ഞാനാണെങ്കിൽ കഴിഞ്ഞൊരു 1 month ആയിട്ട് ആപ്സ് ചെയ്തിട്ടില്ല. ഇന്നാണ് ആപ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡേ എടുത്ത് ആപ്സ് ചെയ്യുന്ന. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ബേസിക്കലി ആപ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് വെയിറ്റ് ലോഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ബ്രേക്ക് എടുത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ലോഡ് ചെയ്യുന്നുള്ളൂ.
ജസ്റ്റ് ആപ്സ് ഒന്ന് വെയിറ്റ് ലോഡ് ചെയ്ത് തന്നെ വർക്ക് ചെയ്ത് വിടണം. ദാറ്റ്സ് ഇറ്റ്. ബാ. സോ ഫോർ അവർ ഫസ്റ്റ് വർക്കിംഗ് സെറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രഞ്ചസ് സാധാരണ നമ്മൾ കയ്യിൽ വെയിറ്റ് ലോഡ് ചെയ്തിട്ട് ഇങ്ങനെയല്ലേ ചെയ്യാറ്. ഇതിൽ നമ്മൾ കാലിലാണ് വെയിറ്റ് ലോഡ് ചെയ്യുന്നത്. എന്നിട്ട് കാല് വെച്ചിട്ട് ക്രഞ്ച് ചെയ്യും, കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട്. ലൈക്ക് ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് ഹൗ ഇറ്റ് ഗോസ്. മാക്സിമം നമ്മളിടുന്ന ബെഞ്ചിൻ്റെ ഹെഡ്ജിലേക്ക് ഇറങ്ങിയിരിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിൽ കൈ ഹോൾഡ് ചെയ്യുക. Yeah. 15 numbers is enough. നിങ്ങൾ എപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് എടുത്ത് നമ്മൾ അകത്തോട്ട് വരുമ്പോൾ ലൈക്ക് ക്രഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ബ്രീത്ത് ഔട്ട് ചെയ്യുക. അത് മൂക്ക് വെച്ചല്ല, നമ്മുടെ വാ വെച്ചിട്ട് സ്റ്റൊമക്കിലുള്ള ബ്രീത്ത് മുഴുവൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ലൈക്ക് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആപ്സ് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആവും. അതിപ്പോൾ നിങ്ങൾ ഏത് വർക്കൗട്ട് ആപ്സിന് ചെയ്താലും ക്രഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഡിഫിക്കൽട്ട് മോഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രീത്ത് മൊത്തത്തിൽ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ നോക്കുക. അതും വാ വെച്ചിട്ട്. മൂക്ക് വെച്ചിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ബ്രീത്ത് പോകില്ല. എപ്പോഴും വാ വെച്ചിട്ട് തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ നോക്കുക. സോ അപ്പം ദിസ് ഓൾസോ ക്രഞ്ചസ് ലൈക്ക് റിവേഴ്സ് ക്രഞ്ചസ് പോലെ നമ്മൾ കാലിലാണ് വെയിറ്റ് കൊടുക്കുന്നത്. ഞാൻ വെയിറ്റ് ലോഡ് ചെയ്യുന്നില്ല, ഈ 10 kg വെച്ച് തന്നെ ചെയ്യാൻ പോവാ. ഐ യൂസ് ടു ലോഡ് 12 to 15 kgs അന്തക്കാലത്ത്. ഇപ്പം ഞാൻ ചെയ്യുന്നതുകൊണ്ട് ലൈക്ക് ചെറിയ വെയിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ അപ്പം 10 വെച്ചിട്ട് തന്നെ നമുക്ക് 4 സെറ്റ് ചെയ്യാം. ലൈക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് 4 sets. നമ്മൾ ഓൾറെഡി വാമപ്പ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് വാമപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇത് തന്നെ അങ്ങ് 4 സെറ്റ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ദ സെക്കൻഡ് സെറ്റ്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ എനിക്ക് പറയാൻ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് നിങ്ങൾ എപ്പോൾ ആപ്സ് വർക്കൗട്ട് ചെയ്താലും അതിപ്പോൾ ബിഗിനർ ലെവലിലുള്ള ആൾക്കാർ ലൈക്ക് ഫസ്റ്റ് മാസ്റ്റർ ദ ഫോം. ആ ആപ്സ് വർക്കൗട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം വെയിറ്റ് ലോഡ് ചെയ്യുക. ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു മസിൽ ബിൽഡിങ്ങിന് ശ്രമിക്കുന്നൊരു ആളാണെങ്കിൽ നിങ്ങൾ ആപ്സ് വർക്കൗട്ട് ഒരിക്കലും വെയിറ്റ് ഇല്ലാതെ ചെയ്യരുത്. നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങളുടെ ബാക്കിയുള്ള ബോഡി പാർട്സ്, ഇപ്പം ചെസ്റ്റ്, ഷോൾഡേഴ്സ്, ബൈസെപ്സ്, ബാക്ക്, ലെഗ്, ഇതെല്ലാം നമ്മൾ വെയിറ്റ് ലോഡ് ചെയ്താണ് ചെയ്യുന്നത്. സോ അപ്പോൾ എന്തുകൊണ്ട് ആപ്സിന് മാത്രം നമ്മൾ അങ്ങനൊരു കൺസിഡറേഷൻ കൊടുക്കുന്നില്ല? ആപ്സും വളരെ വലിയ മസിൽസാണ്. അപ്പോൾ ആ മസിൽസ് ഡെഫിനിഷൻ വരണമെങ്കിലോ അല്ലെങ്കിൽ വലുതാകണമെങ്കിലോ നമ്മൾ ഉറപ്പായിട്ടും വെയിറ്റ് ലോഡ് ചെയ്ത് വർക്കൗട്ട് കൊടുത്താൽ മാത്രമേ എക്സ്ട്രീംലി ഗുഡ് പൊട്ടൻഷ്യലിലേക്ക് നമ്മുടെ ആപ്സ് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബാക്കി ബോഡി പാർട്സ് ബെറ്റർ ആവും, ആപ്സ് മാത്രം അത്ര രസമില്ലാതാവും. പലരും പറയുന്നേക്കാം എൻ്റെ ആപ്സിന് ഷേപ്പ് ഇല്ല ബ്രോ, ആപ്സിന് ഷേപ്പ് വരാൻ എന്ത് ചെയ്യണം, എന്ത് വർക്കൗട്ടാണ് ചെയ്യേണ്ടത്? ലൈക്ക് ആപ്സിന് ബേസിക്കലി ഒരു 4-5 നല്ല ബേസിക് വർക്കൗട്ട് ചെയ്താൽ മതി. അത് തന്നെ വെയിറ്റ് ലോഡ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ആപ്സിന് കൂടുതൽ എൻഗേജ്മെൻറ്റ് ഉണ്ടാവുന്നതും ആപ്സ് മസിൽസിന് ഫീൽ ഉണ്ടാവുന്നതും. സോ അപ്പോൾ നിങ്ങൾ എപ്പോൾ ചെയ്താലും ലോഡ് വെയ്റ്റ്സ്. ആപ്സ് ചെയ്യുമ്പോഴത്തേക്കും കീപ്പ് ഓൺ ലോഡിങ് വെയ്റ്റ്സ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ട് ഓരോ മാസമോ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോഴോ വെയിറ്റ് ലോഡ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് തന്നെ കൊണ്ടുപോകുക. അല്ലാതെ ഞാൻ പറയുന്ന പോലെ ഗോകുലേട്ടൻ പറഞ്ഞു ആപ്സ് ചെയ്യുമ്പോഴത്തേക്കും വെയിറ്റ് എടുത്തിട്ട് അടിക്കണം, അങ്ങനെയല്ല. നിങ്ങൾ ആദ്യം ചെയ്യുന്നത്, ഇപ്പോൾ ക്രഞ്ചസ് ആണെങ്കിൽ ക്രഞ്ചസ്, ലെഗ് റൈസ് ആണെങ്കിൽ ലെഗ് റൈസ്, ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പതുക്കെ ഒരു 2.5 kg, 5 kg, 7.5 kg അങ്ങനെ ചെറിയ വെയ്റ്റ്സ് കൂട്ടി അത് ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ആപ്സ് നല്ല അടിപൊളി 6 pack ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് ക്രഞ്ചസ് കഴിഞ്ഞു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിക്ലൈൻ ക്രഞ്ചസ് ആണ്. സോ ഇത് രണ്ടും 2 രീതിയിലുള്ള പരിപാടികളാണ്. ഡിക്ലൈൻ ക്രഞ്ചസ് കാണിച്ചിട്ടാണ്. നിങ്ങളുടെ ജിമ്മിൽ ഇതുപോലത്തെ ഡിക്ലൈൻ മെഷീൻ പ്രസ്സിൻ്റെ ഡിക്ലൈൻ ബെഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ബെഞ്ചിൽ ഡിക്ലൈൻ പൊസിഷൻ ഇട്ടിട്ട് ചെയ്യാം. സോ എപ്പോഴും ഇതുപോലത്തെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ മെഷീനകത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചൊരു അടിപൊളി. കാരണം എനിക്ക് മറ്റേ ബെഞ്ചിൽ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടും കിട്ടുന്നത്, ആപ്സിന് കുറച്ചുകൂടെ കൺട്രോൾഡായിട്ട് കിട്ടുന്നത് ഈ മെഷീനിൽ കിടന്ന് ചെയ്യുമ്പോഴാണ്. സോ അപ്പം ഐ വിൽ ഷോ യു ഹൗ ടു ഡു ഇറ്റ്. ഇതിലിപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു 15 kg പ്ലേറ്റാണ്. ഇത് നമ്മൾ കയ്യിൽ പൊക്കി പിടിക്കും, എന്നിട്ട് നമ്മൾ ഈ വെയിറ്റ് കൊണ്ടിട്ട് ക്രഞ്ച് ചെയ്യും. ഐ വിൽ ഷോ യു ഹൗ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പൊങ്ങി വരുമ്പോഴത്തേക്കും ബ്രീത്ത് ഔട്ട് ചെയ്യണം. അതും വാ വെച്ചിട്ട് തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യണം കേട്ടോ. അതും ഫുൾ എയർ കളഞ്ഞ് ആപ്സ് ടൈറ്റ് ചെയ്യണം. അങ്ങനെ വേണം ചെയ്യാൻ. ഐ വിൽ ഷോ യു ഹൗ ടു ഡു ഇറ്റ്.
3, 2, 1. ഞാനിപ്പോൾ ഇത് 20 നമ്പേഴ്സാണ് ചെയ്തത്. 3 സെറ്റ് ചെയ്താൽ മതി. 20 നമ്പേഴ്സ് വെച്ചിട്ട് 3 സെറ്റ്. അത് അവസാനത്തെ 20 ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കില്ലായിട്ട് പിടിക്കും നമുക്ക്. സോ അപ്പോൾ വൺസ് അഗെയിൻ ഞാൻ പറയുന്നത് പറഞ്ഞാൽ, നിങ്ങൾ കിടക്കുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കിടക്കരുത്. നമ്മുടെ ഹിപ്പ്, നമ്മുടെ ബാക്ക് പോർഷൻ മുട്ടാൻ പാടില്ല. ഇവിടം വരെ കൊണ്ട് നമ്മൾ കോറ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യണം. എന്നിട്ട് വേണം പൊങ്ങാൻ. പൊങ്ങുമ്പോൾ ഇത്രയും വരാനും പാടില്ല. ഇവിടം വരെ പോയി ഇവിടം വരെ മാത്രം വന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യണം. ബ്രീത്ത് എടുക്കുക, ഇവിടം വരെ ഒന്ന് ഹോൾഡ് ചെയ്യുക. കണ്ടോ, താഴെ മുട്ടുന്നില്ല. ദാറ്റ്സ് ഹൗ യു ഹാവ് ടു ഡു ഇറ്റ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ആപ്സിന് നമ്മൾ വിചാരിക്കുന്ന പോലുള്ളൊരു പുഷ് കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ വെറുതെ കിടന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ആപ്സ് വെറുതെ വേദന എടുക്കുന്നല്ലാതെ ആ മസിൽസിന് വേണ്ട രീതിയിലുള്ളൊരു പ്രഷർ കൊടുക്കാൻ പറ്റത്തില്ല. സോ അപ്പം ചെയ്യുമ്പോൾ ഈ ക്രൈറ്റീരിയാസ് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. നിങ്ങൾ ഈ വർക്കൗട്ട് അല്ല, ആപ്സിന് വരെ ഏതെങ്കിലും വർക്കൗട്ട് ആണ് ചെയ്യുന്നതെങ്കിലും ഈ ടിപ്സ് നോക്കി വെക്കുക. അപ്പോൾ വി ആർ ഗോയിങ് ഫോർ ദ ലാസ്റ്റ് റെപ്പ് ഓഫ് ഡിക്ലൈൻ ക്രഞ്ചസ്. പോയി നോക്കാം. Four, 3, 2, 1. Nice. ആ സെക്കൻഡ് വർക്കൗട്ടും റാപ്പായി. വിൽ ഗോ ഫോർ ദ തേർഡ് വർക്കൗട്ട്. കം. ഇങ്ങനെ ഒരു കാര്യം പറയാം, 6 പാക്ക് എല്ലാവർക്കും 6 പാക്ക് ഉണ്ടാവണമെന്നില്ല. ലൈക്ക് ബ്രോ, എനിക്ക് 6 പാക്ക് വരാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജനറ്റിക്കലി നിങ്ങൾക്ക് 6 പാക്ക് എന്ന് പറയുന്ന മസിൽ ഈ 6 മസിൽ അകത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്തു വന്നു കഴിയുമ്പോഴത്തേക്കും പുറത്തേക്ക് 6 വരുള്ളൂ. ചിലർക്ക് 4 പാക്കേ കാണുള്ളൂ, മനസ്സിലായോ? ചിലർക്ക് 8 പാക്ക് ഉണ്ടാവും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ജെനറ്റിക്സ്. ഇപ്പം എനിക്ക് 6 പാക്ക് ഉണ്ട്, അത് എൻ്റെ ജെനറ്റിക്സ് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് 6 പാക്ക് ഉണ്ട്. എല്ലാവർക്കും 6 പാക്ക് ഉണ്ടാവണമെന്നില്ല. നമ്മളൊരു 10 പേര് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 പേർക്ക് ചിലപ്പോൾ 4 പാക്കേ കാണുള്ളൂ, ബാക്കി എല്ലാവർക്കും 6 പാക്ക് ഉണ്ടാവും. ചിലരുടെ ആപ്സ് ലൈക്ക് അലൈൻമെൻറ്റ് തെറ്റിയായിരിക്കും വരിക, മുമ്പിൽ പുറകിൽ, ലൈക്ക് മോളി താഴെ. ഇതൊക്കെ അവരുടെ ജനറ്റിക്കലി അവരെങ്ങനെയാണോ അതാണ് പുറത്തേക്ക് വരിക. പിന്നെ നമുക്ക് ഉള്ളത് ബെറ്റർ ആക്കാം. ഇഫ് നല്ലതാണെങ്കിൽ, അല്ലെ ഒന്നും ചീത്തയാന്നല്ല ഞാൻ പറയുന്നത്, എല്ലാം നല്ലതാണ്. പക്ഷെ ഇത് പുറത്തേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ നല്ല പ്രൊജക്ഷനുള്ള ആപ്സ് വേണമെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. സോ അപ്പം keep loading weights when you do abs, bros. Let's go. So guys, we are going for our last and final abs workout. ആപ്സിൻ്റെ അവസാനത്തെ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. അത് കേബിൾ ക്രഞ്ചസ് ആണ്, വെയ്റ്റഡ് കേബിൾ ക്രഞ്ചസ്. അത് എനിക്കറിയില്ല എത്രമാത്രം ആളുകൾ ചെയ്തിട്ടുണ്ട് എന്ന്. കൺവെൻഷനലി ആപ്സ് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ ഈ സാധനം ചെയ്യുന്നത് കുറവാണ്. പക്ഷേ എനിക്ക് ഭയങ്കര അധികം റിസൾട്ട് വന്നിട്ടുള്ളതും ഭയങ്കരമായിട്ട് ആപ്സിന് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുള്ളൊരു വർക്കൗട്ടാണ് ഈ വെയ്റ്റഡ് കേബിൾ ക്രഞ്ചസ്. അത് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. വിൽ ഗോ ഫോർ ഇറ്റ്. ബാ. ആൻഡ് ലൈക്ക് ദിസ് നമ്മുടെ നീസ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് മാക്സിമം നമ്മുടെ കൈ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ആപ്സ് സ്ട്രെച്ച് ആവുന്ന ഒരു പൊസിഷനിലേക്ക് എത്തുക. എന്നിട്ട് അവിടുന്ന് ആപ്സ് കൊണ്ട് തന്നെ നമ്മൾ താഴേക്ക് വലിക്കുക. Last one. ഓ അമ്മോ. ലൈക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ ടെക്നിക്ക് തന്നെ നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്കും ബ്രീത്ത് ഫുള്ളായിട്ട് ഔട്ട് ചെയ്യുക. സംഭവം ഓരോരുത്തർ ചെയ്യുന്ന ഓരോ രീതിയിലാണ്. ലൈക്ക് ഞാൻ പലയിടത്തും പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്. ലൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഡു ലൈക്ക് ഇവിടം വരെ കൊണ്ടുപോകും. ലൈക്ക് ബേസിക്കലി അങ്ങനെ പോയി ഞാൻ നേരത്തെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഞാൻ ടെക്നിക്ക് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് റിസൾട്ട് ഭയങ്കരമായിട്ട് കിട്ടാൻ തുടങ്ങി. കാരണം ഇത് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ടേക്ക് ദിസ് ഹാൻഡ് ഇവിടം വരെ വന്നാൽ മതി, മനസ്സിലായോ? എന്നിട്ട് നമ്മൾ മാക്സിമം ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് കോറ് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് മാക്സിമം കോറ് വെച്ച് തന്നെ മുകളിലേക്ക് വിടണം. ഈ പോർഷൻ ടൈറ്റ് ആവണം, മുകളിലേക്ക് വലിയണം. എന്നിട്ട് അവിടുന്ന് തന്നെ ആ ഒരു ഇൻറ്റൻസിറ്റി വിട്ടു പോകാൻ പാടില്ല, നമ്മുടെ ആ ഒരു പ്രഷർ വിടാൻ പാടില്ല. ഇവിടെ വന്ന് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ പ്രഷർ വിടും, പിന്നെ നമ്മൾ ആദ്യം ഒന്നേന്ന് തുടങ്ങും. സോ അപ്പം പ്രഷർ വിടാതെ
ഇവിടെ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യുക, അങ്ങനെ ചെയ്യണം. ഓരോരുത്തർ ചെയ്യുന്ന ഓരോ രീതിയിലാണ്. ഇത് എൻ്റെ രീതിയാണ്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഇത് കാണുമ്പോൾ പലർക്കും ഇങ്ങനെ ആയിരിക്കില്ല, അങ്ങനെ ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. പക്ഷേ എനിക്ക് എന്താണ് റിസൾട്ട് ഉണ്ടാക്കുന്നത്, അല്ലെ എനിക്ക് എന്താണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്, അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. ചെയ്ത് നോക്കിയിട്ട് പറ്റിയില്ല എങ്കിൽ യു ക്യാൻ കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ദിസ്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഞാൻ ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ്. സോ അപ്പം ഞാൻ എൻ്റെ ഫോളോവേഴ്സിൻ്റെ അടുത്തും എന്നെ കാണുന്ന ആൾക്കാർക്കും ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ടുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. സോ ഡു ട്രൈ ദിസ്. ഇങ്ങനെ ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞു കൊടുത്തവരെല്ലാവരും ഇങ്ങനെ ചെയ്തിട്ട് ഭയങ്കര അടിപൊളി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഡു ലെറ്റ് മീ നോ വാട്ട് യു ഗൈസ് ഫീൽ. ഓക്കെ, സോ അപ്പം നമുക്ക് ഇതും 3 സെറ്റും കൂടെ ഉണ്ട്. ടോട്ടൽ 4 സെറ്റ്സ് ആണ് 15 നമ്പേഴ്സിൻ്റെ. ലെറ്റ്സ് ഗോ നെക്സ്റ്റ് സെറ്റ്. ലാസ്റ്റ് സെറ്റ് ഓഫ് വെയ്റ്റഡ് കേബിൾ ക്രഞ്ചസ്. ബാ, ഇപ്പം ഞാൻ വേറൊരു ആംഗിൾ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അവിടുന്ന് കൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് അവിടുന്ന് കണ്ടത് അത്ര മനസ്സിലായില്ലെങ്കിൽ യു ക്യാൻ സീ ഇറ്റ് ഫ്രം അനദർ ആംഗിൾ. ഓക്കെ, ഓ ബീറ്റ് ഔട്ട്. മോളിൽ കൂടെ 2 more. Last one. Easy. ഓ കത്തി ഇങ്ങനെ ചെയ്താ കത്തും. ചെയ്ത് നോക്കിട്ടാ, എന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. യെസ്, അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ വർക്കൗട്ട്സ് ആപ്സിൻ്റെ ഒതുക്കി. ഇനി അവസാനം കുറച്ച് അലങ്കോല പണികൾ എന്ന രീതിയിൽ നമുക്ക് ഒരു 3 സെറ്റ് പ്ലാങ്കും കൂടെ ചെയ്യാം. പ്ലാങ്ക് ഏത് ആപ്പ് സെഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഫുൾ ആപ്സ് ലൈക്ക് ഒബ്ലിക്സ് ആണെങ്കിലും ലോവർ ആപ്സ് ആണെങ്കിലും മിഡ് ആപ്സ് ആണെങ്കിലും അപ്പർ ആപ്സ് ആണെങ്കിലും എല്ലാം എൻഗേജ് ആവുന്നൊരു വർക്കൗട്ടാണ് പ്ലാങ്ക്. അപ്പം നമ്മളൊരു 1 മിനിറ്റ് നിങ്ങൾക്ക് എത്ര പറ്റും, ലൈക്ക് എനിക്ക് ലൈക്ക് 2-2.5 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ പ്ലാങ്ക് ചെയ്യുക, അതിൽ കൂടുതൽ പറ്റും. പക്ഷേ നമ്മൾ സമയത്തിനല്ല നോക്കണ്ടേ, നമുക്ക് 3 സെറ്റ് ഒരു ആവറേജ് ടൈമിങ്ങിൽ ഒരു 1.5 മിനിറ്റോ അങ്ങനെ ഒരു 3 സെറ്റ് ചെയ്യുക, ഒതുക്കുക. ഭയങ്കര ഹെവി അല്ല, അവസാനത്തെ ഒരു ഫുൾ ആപ്സ് പമ്പെന്ന രീതിയിൽ ഒന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പ്ലാങ്ക് ചെയ്യും. ഞാൻ എൻ്റെ എല്ലാ ആപ്പ് സെഷൻ കഴിയുമ്പോഴും പ്ലാങ്ക് ചെയ്തിട്ടാണ് നിർത്താറ്. സോ അപ്പം നമുക്ക് ആ അവസാനത്തെ പരിപാടിയും കൂടെ ചെയ്ത് പ്ലാങ്കും കൂടെ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. Come on guys, let's put the timer on. നമ്മുടെ പ്ലാങ്ക് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നമ്മുടെ ഷോൾഡറിന് മുമ്പിൽ വേണം നമ്മുടെ എൽബോ ഇരിക്കാൻ. അതുപോലെ ഗ്ലൂട്ട് പൊക്കി വെക്കുക, കോർ ടൈറ്റ് ചെയ്യുക. കോറ് ടൈറ്റ് ചെയ്ത് നമ്മുടെ ഗ്ലൂട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക, അതിൻ്റെ ബ്രീത്ത് കൺട്രോൾ ചെയ്ത് വിടുക. ലെറ്റ്സ് റാപ്പ് അപ്പ് ദ സെഷൻ. നമ്മുടെ പ്ലാങ്കിൻ്റെ അവസാനത്തെ സെറ്റിലേക്ക് പോവാം. ഞാൻ അതിന് മുമ്പേ ഈ സോക്സ് ഒന്ന് മാറ്റിക്കോട്ടെ. കഴിഞ്ഞ സെറ്റുകളിലൊക്കെ എൻ്റെ സോക്സ് തെന്നിയിട്ട് ഞാൻ എൻ്റെ പൊസിഷൻ ഔട്ട് ആവുന്നുണ്ടായിരുന്നു. സോ അപ്പം നമുക്ക് സോക്സ് മാറ്റാം. ഇപ്പം നല്ല ഗ്രിപ്പ്, സൂപ്പർ, അടിപൊളി. 5 മിനിറ്റ് വേണമെങ്കിൽ മല പോലെ നിൽക്കാം, ഒരു കുഴപ്പമില്ല. യെസ്, അത്ര പ്രശ്നമൊന്നുമില്ല. 1.5 മിനിറ്റ് വളരെ നോർമൽ ടൈമാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലാങ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സോസ്റ്റ് ആവാതിരിക്കാൻ 1.5 മിനിറ്റ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു 2-2.5 മിനിറ്റ് 3 മിനിറ്റൊക്കെ അത്യാവശ്യം പവറായിട്ട് പോകും. സോ അപ്പം ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ആപ്സ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾ ചെയ്യണേ. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യണത് നിങ്ങളും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ്സ് ഗോ. ഒരു സ്കൂപ്പ് ക്രിയാറ്റിൻ എടുക്കാനുണ്ട്. ഇത് എടുക്കുന്നത് മസിൽ ബ്ലേസിൻ്റെ ക്രിയാമ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലേവർ വാട്ടർമെലൺ ആണ്. ഒരു സ്കൂപ്പ് ക്രിയാറ്റിൻ എടുത്തു വിത്ത് വാട്ടർ. മിക്സ് ഇറ്റ് വെൽ ആൻഡ് ഓഫ് കോഴ്സ് കറക്കി പിടി. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇതിനു മുമ്പേ പോസ്റ്റ് ചെയ്ത വീഡിയോസിൽ ഐ ഡോണ്ട് നോ വെൻ ഐ എം ഗോണ പോസ്റ്റ് ദിസ് വീഡിയോ, പക്ഷേ കഴിഞ്ഞ വീഡിയോസിൻ്റെയൊക്കെ റെസ്പോൺസ് വളരെ നല്ലതാണ്. അടിപൊളി റെസ്പോൺസാണ്. നിങ്ങളുടെ ഓരോ കമൻറ്റും ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രിപ്ഷനുമാണ് എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓരോന്ന് ചെയ്യാനായിട്ട് പിന്നെയും എനിക്ക് എനർജി തരുന്നത് നിങ്ങളുടെ എനർജിയാണ്, നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് കുടിക്കാം. ടേസ്റ്റ് ഗുഡ്. സോ അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവർക്കും പലതാണ് പ്രയോറിറ്റീസ്. ഇപ്പം എൻ്റെ പ്രയോറിറ്റി ആയിരിക്കില്ല വേറൊരാൾക്ക്. അതുകൊണ്ട് അവൻ്റെ പ്രയോറിറ്റി നമ്മുടേതാവാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് ചെയ്യാനും പറ്റില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലി, എൻ്റെ പാരൻസ്, എൻ്റെ ഡോഗ്സ്, ഓഫ് കോഴ്സ് ഡോഗ്സ് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ജിമ്മ്, എൻ്റെ വർക്കൗട്ട്, എൻ്റെ ഡയറ്റ്, ഇതൊക്കെയാണ് എൻ്റെ പ്രയോറിറ്റീസ്. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ എന്ത് കാര്യമാണെങ്കിലും. ഇത് ചില്ല് ചെയ്യാനാണെങ്കിലും ട്രിപ്പ് പോകാനാണെങ്കിലും
എവിടെ പുറത്തേക്ക് പോകാനാണെങ്കിൽ എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ടുഡേ ഈസ് എ സൺഡേ ഒരു 95% ഓഫ് ജിം ബ്രോസും അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരും ബ്രേക്ക് എടുക്കുന്ന ദിവസമാണ്. ഞാൻ വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഐ ടുക്ക് എ ബ്രേക്ക് യെസ്റ്റർഡേ. സാറ്റർഡേ ഞാൻ ബ്രേക്ക് എടുത്തു. എനിക്ക് അത്ര ഐ എം നോട്ട് ഫീലിംഗ് വെൽ. എനിക്ക് തൊണ്ടവേദന ചെറിയ തലവേദനയൊക്കെ ആയിട്ട് ഞാൻ ബ്രേക്ക് എടുത്തു. സോ അപ്പോൾ എനിക്ക് സൺഡേയും കൂടെ ഓഫ് ആക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് റിഗ്രറ്റ് അടിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ വർക്കൗട്ട് ചെയ്യായിരുന്നെങ്കിലേക്ക് അവർ റിഗ്രറ്റ് അടിക്കും. അപ്പം ഞാൻ സൺഡേ വർക്കിംഗ് ഡേ ആക്കി. രാവിലെ കുറച്ച് പണിയുണ്ടായിരുന്നു, അതൊക്കെ ഒതുക്കി കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും കുറച്ച് ക്ലയൻസിൻ്റെ പരിപാടിയൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് വൈകിട്ട് ഇറങ്ങി. ലൈക്ക് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ ജിമ്മ് തുറന്ന് കയറിയത് ഞാൻ മാത്രമേ ഉള്ളൂ ജിമ്മിൽ. ഇന്നൊരു സൺഡേ ആയിരുന്നു. അതുപോലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു, നല്ല തണുപ്പ്. ഈവനിങ് ആയതുകൊണ്ട് നല്ല ചിൽ ക്ലൈമറ്റ് ആയിരുന്നു. അത്യാവശ്യം ചെറിയ മഴ. വേണമെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കാം, സൺഡേ ഓഫ് അല്ലേ, ആരും ഒന്നും ചെയ്യാനില്ല, എനിക്ക് നാളെ തൊട്ട് വർക്കൗട്ട് ചെയ്താൽ മതി എന്നൊക്കെ വിചാരിച്ച് നമുക്ക് വീട്ടിലിരിക്കാം. പക്ഷേ എനിക്കത് പറ്റിയില്ല. ലൈക്ക് നമുക്ക് എൻ്റെ പ്രയോറിറ്റി ഇതായതുകൊണ്ട് എനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ തോന്നിയില്ല. സോ അപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നാളത്തേക്ക് വെക്കാതെ ഇന്ന് തന്നെ ചെയ്യാൻ നോക്കുക. അതെന്തും ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണിത്. നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്താലും നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പം ചെയ്തു പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും വർക്ക് ലോഡ് കൂടും, ഓരോന്ന് കൂടി വരും. അതിനെക്കാട്ടിലും ഭേദം ചെയ്യാൻ എന്ത് തീരുമാനിക്കുന്നോ അതങ്ങ് ചെയ്യുക. അതെന്ത് വന്നാലും ആരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതങ്ങ് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. സോ കമ്മിങ് ടു ദി എൻഡ്, നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് 6 പാക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. എന്തൊക്കെ പറയാം, എനർജി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഫുൾ എനർജിയിലാണ് നമ്മൾ പറയുന്നത്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് വേറൊന്നും പറയാനില്ല ഗൈസ്. ഐ ആം സോ ഹാപ്പി അബൌട്ട് വാട്ട് യു പീപ്പിൾ ആർ ഗിവിങ് മീ. എനിക്ക് തരുന്ന സപ്പോർട്ടിൽ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. ഭയങ്കര സന്തോഷത്തിലാണ്. സോ അപ്പം അത്രേ പറയാനുള്ളൂ. ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ സെഷൻ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ഇത് മാത്രമല്ല ആപ്സ് വർക്കൗട്ട്, ഇതിൽ ഒബ്ലിക്സ് വരും. അടുത്ത ഒബ്ലിക് സെഷൻസും വേറെ കുറച്ച് വർക്കൗട്ട്സും ഉണ്ട്. സോ അപ്പം ഐ വിൽ പോസ്റ്റ് ആസ് അനദർ വീഡിയോ, സെക്കൻഡ് വീഡിയോ ആയിട്ട്. കാരണം എല്ലാം ഒരു ദിവസം ചെയ്തു പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ആപ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ആപ്സിനും വേണ്ടത്ര റെസ്റ്റ് കൊടുക്കണം, വേണ്ട മസിൽ ഗ്രൂപ്പ്, കുറച്ച് വർക്കൗട്ട്സ് മാത്രം ചെയ്താൽ മതി. ഇതൊക്കെയാണ് എൻ്റെ വർക്കൗട്ട്സ്. ആൻഡ് ഞാൻ ആഴ്ചയിൽ 3 പ്രാവശ്യം ആപ്സ് ചെയ്യും. ചോദിക്കുന്നവരോട് ആഴ്ചയിൽ 3 പ്രാവശ്യം ആപ്സ് ചെയ്യും. അതിനകത്ത് ഈ വർക്കൗട്ട്സ് ഉണ്ടാവും, അടുത്ത ഒബ്ലിക്സ് ഉണ്ടാവും. ഒബ്ലിക്സിന് വേറെ കുറച്ച് വർക്കൗട്ട്സ് ഉണ്ട്. സോ ഐ വിൽ പോസ്റ്റിംഗ് ഇറ്റ് സൂൺ. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ആ വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ അപ്പം ദിസ് ഇസ് ഗോകുൽ സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ഗൈസ്, ലവ് യു.